തെരഞ്ഞെടുപ്പൊരുക്കം തകൃതി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾക്ക് പരിഹാരമായോ എന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം നേരിട്ട് പരിശോധിക്കും. DCC പ്രസിഡന്റുമാരെയും KPCC ജനറൽ സെക്രട്ടറിമാരെയും ഇന്ന് കൊച്ചിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ദേശീയ നേതാക്കളോട് വിശദീകരിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ എത്രത്തോളം സജ്ജമാണ് എന്ന പ്രാഥമിക വിലയിരുത്തലിനാണ് യോഗം. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, KC വേണുഗോപാൽ എന്നിവർക്കൊപ്പം ചുമതലയുള്ള 3 AICC സെക്രട്ടറിമാരും പങ്കെടുക്കും. ഓരോ ജില്ലയുടെയും ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറിമാരെ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റുമാരും എത്തണമെന്നാണ് നിർദ്ദേശം. പഞ്ചായത്ത് തല യോഗങ്ങൾ വിളിച്ചു ചേർത്തതിലെ പുരോഗതി KPCC സെക്രട്ടറിമാർ വിശദീകരിക്കണം. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരുടെ എണ്ണം, ബൂത്ത് കമ്മിറ്റികളുടെ പുനഃസംഘടന, ജില്ലാതല പുനഃസംഘടനയുടെ വിവരങ്ങൾ എന്നീ കാര്യങ്ങൾ DCC പ്രസിഡന്റുമാരോട് ചോദിച്ചറിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള തുടർ നിർദ്ദേശങ്ങൾ ദേശീയ നേതാക്കൾ നൽകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കണക്കിലെടുത്ത സ്വീകരിച്ച തിരുത്തൽ നടപടികളും വിശദീകരിക്കണം. മണ്ഡലം, ബ്ലോക്ക് കമ്മിറ്റികളിൽ മാറ്റങ്ങൾ നടപ്പാക്കി വരികയാണ്. DCC തലത്തിൽ അഴിച്ചുപണി വേണമെന്ന് ആവശ്യമുയർന്നെങ്കിലും നീക്കം പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. താഴെത്തട്ടിൽ സംഘടന തീരെ ദുർബലമായ ഇടങ്ങളിൽ മാറ്റം വേണമെന്ന നിർദ്ദേശം കേന്ദ്ര നേതാക്കൾ മുന്നോട്ട് വയ്ക്കും. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ട് വ്യത്യാസവും അവലോകനവും ഉണ്ടാകും. സൂക്ഷ്മ പരിശോധനയിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം ശബരിമല തന്നെയെന്ന് BJPക്ക് മുൻപേ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ശബരിമലയിലെ നിയമനിർമ്മാണമാകും പ്രധാന വാഗ്ദാനമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. ശബരിമല വീണ്ടും ഉയർത്തുന്നതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ നേട്ടം ആവർത്തിക്കാമെന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസ്. അതേസമയം UDF ശ്രമത്തിന് മറുതന്ത്രങ്ങൾ ആലോചിക്കുകയാണ് ഇടതുമുന്നണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും പ്രധാന വിഷയമാക്കിയത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനമായിരുന്നു. പ്രത്യക്ഷ സമരത്തിനിറങ്ങിയ BJPയേക്കാൾ കോൺഗ്രസ് നേട്ടം കൊയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാതിരുന്ന ശബരിമല വിഷയമായിരിക്കും നിയമസഭയിലെ പ്രധാന വിഷയമെന്ന് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിക്കുകയാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കണമോ എന്ന് BJP ആലോചിക്കും മുൻപ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം വിശ്വാസ സംരക്ഷണത്തിന് നിയമനിർമ്മാണം ആയിരിക്കുമെന്ന് KPCC അധ്യക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശബരിമല വിഷയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യ വിഷയം തന്നെയാണ്. ഞങ്ങളുടെ അധികാരത്തിൽ വന്നാൽ ഇത് സംബന്ധമായി ഞങ്ങൾ നിയമനിർമ്മാണം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ശബരിമല ആയുധമാക്കാൻ UDFനെ അനുവദിക്കരുതെന്ന തീരുമാനത്തിലാണ് CPM. പുനഃപരിശോധന ഹർജിയിൽ വിധി വന്നാലും എല്ലാവരുമായും കൂടിയാലോചിച്ചു മാത്രമേ തീരുമാനിക്കൂവെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നയപരമായ നിലപാടിലേക്ക് CPM നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ്. ആ റിവ്യൂവിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ നിലപാട് വരുന്നപ്പോൾ മാത്രമേ ഇനി എന്ത് വേണം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പൊ ഒരു ക്രമത്തിൽ നടക്കുകയല്ലേ. മുസ്ലിം ലീഗിനെ ആക്രമിച്ച് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാക്കാനുള്ള CPM ശ്രമങ്ങൾക്ക് ശബരിമല കൊണ്ട് തടയിടാമെന്ന പ്രതീക്ഷയിലാണ് UDF. പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം നിയമനിർമ്മാണം ആണെന്ന പ്രഖ്യാപനത്തെ വോട്ട് പിടിക്കാനുള്ള തന്ത്രം എന്ന് പറഞ്ഞാണ് LDF നേരിടുന്നത്. അശ്വിൻ പല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. തുർക്കിയിലെ ഹാഗിയ സോഫിയ പള്ളിയുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രസംഗം വിവാദത്തിൽ. രാഷ്ട്രീയ പ്രസംഗം ആരംഭിക്കുന്ന യുവ നേതാക്കൾ ചരിത്രമറിയാതെ നടത്തുന്ന പ്രസംഗം ക്രൈസ്തവ സമൂഹത്തിന് വേദനയുണ്ടാക്കിയെന്ന് KCBC കുറ്റപ്പെടുത്തി. അതേസമയം തന്റെ പ്രസംഗം വളച്ചൊടിച്ചതാണെന്നും ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്ന വിശദീകരണവുമായി ചാണ്ടി ഉമ്മനും രംഗത്ത് വന്നു. ആയിരക്കണക്കിന് പള്ളികളാണ് വെസ്റ്റിൽ, സ്പെയിനിൽ, ഇംഗ്ലണ്ടിൽ ബാറുകളായി മാറുന്നത്. യാതൊരു ബുദ്ധിമുട്ട് ഇവർക്കില്ലല്ലോ. യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ട് പോലും. ഇത്രയും നാളെ കഴിഞ്ഞ 30-40 വർഷമായി ഇവിടെ ആയിരക്കണക്കിന് പള്ളികൾ, ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഇവിടെ ബാറുകളായി മാറി. അവിടെ ഡാൻസ് ബാറുകളായി മാറി. നഷ്ടമുണ്ടായിട്ടുണ്ടോ? ഹലാൽ സ്റ്റിക്കർ വിവാദത്തിൽ യൂത്ത് ലീഗ് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു വിവാദ പരാമർശങ്ങൾ. ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് KCBC നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വോട്ട് ലക്ഷ്യമാക്കി വർഗീയത വളർത്തുന്നത് ആശ്വാസ്യമല്ലെന്നും തുർക്കി ഭരണാധികാരി നടത്തിയ പ്രവൃത്തി ക്രിസ്തീയ സമൂഹത്തിന് അപരിഹാര്യമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയതെന്നും ചരിത്രമറിയാതെ പ്രസംഗിക്കുന്ന യുവനേതാക്കൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും KCBC വ്യക്തമാക്കുന്നു. തുർക്കി ഭരണാധികാരിയുടെ പ്രവൃത്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് ചന്ദ്രികയിൽ ലേഖനമെഴുതിയ മുസ്ലിം ലീഗ് നേതാവിനെ ന്യായീകരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തതെന്നും KCBC കുറ്റപ്പെടുത്തി. അതേസമയം തന്റെ പ്രസംഗം വളച്ചൊടിച്ചതാണെന്നും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും ചാണ്ടി ഉമ്മൻ പറഞ്ഞു.
സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പ്രസംഗഭാഗങ്ങൾ തെറ്റിദ്ധാരണാജനകമായി വ്യാഖ്യാനിക്കാൻ ഇട നൽകുന്ന രീതിയിൽ RSSന്റെയും CPMന്റെയും ലോബി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണെന്നും ചാണ്ടിയുമ്മൻ കുറ്റപ്പെടുത്തി. എന്നാൽ UDFുമായി ക്രൈസ്തവ സമൂഹം അകലുന്നുവെന്ന വിമർശനം ഉയരുന്ന സമയത്ത് ചാണ്ടിയുമ്മൻ നടത്തിയ പ്രസംഗം ജാഗ്രതയില്ലാത്തതായിപ്പോയി എന്ന വിമർശനം മുന്നണിയിൽ പൊതുവിൽ ഉയരുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കാർഷിക നിയമങ്ങൾക്കെതിരെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത വഴിതടയൽ സമരം ഇന്ന് ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലൊഴികെ എല്ലായിടത്തും ദേശീയ സംസ്ഥാന പാതകൾ ഉപരോധിക്കുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി. ദേശീയ സംസ്ഥാന പാതകൾ തടഞ്ഞുകൊണ്ടുള്ള കർഷക സമരം ഇന്ന് 12 മണിക്ക് തുടങ്ങും. 3 മണിവരെയാണ് ഉപരോധം. പ്രതിഷേധം സമാധാനപരമായിരിക്കുമെന്ന് കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. സമരത്തിന്റെ മാർഗനിർദ്ദേശങ്ങളും കർഷകർ പുറത്തിറക്കിയിരുന്നു. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്ക് ഭക്ഷണവും കുടിവെള്ളവും കർഷകർ തന്നെ വിതരണം ചെയ്യും. ആംബുലൻസ് അടക്കം അടിയന്തര ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ തടയില്ല. ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും സമരം നടത്താമെന്നും BKU നേതാവ് രാകേഷ് തികായത്ത് പറഞ്ഞു. അവശ്യ സേവനങ്ങളെ ഉപരോധത്തിൽ നിന്ന് ഒഴിവാക്കും. സമരത്തെ നേരിടുന്നത് ചർച്ച ചെയ്യാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ യോഗം ചേർന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തികളിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വില വർധനയ്ക്കെതിരെ ഇടതുമുന്നണിയുടെ പ്രതിഷേധ സംഗമം ഇന്ന്. നിയമസഭാ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലാകും പ്രതിഷേധം. വൈകിട്ട് 6 മണിക്ക് പ്രതിഷേധ സംഗമം ആരംഭിക്കും. കേന്ദ്ര നയങ്ങൾക്കെതിരെ ഈ മാസം 4 രാത്രികൾ നീണ്ടുനിൽക്കുന്ന പ്രതിഷേധ പരിപാടിയും CPM സംഘടിപ്പിക്കും. 111 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ് സ്കൂളുകൾ. കിഫ്ബിയുടെ 5 കോടി ധനസഹായത്തിൽ 22 സ്കൂളുകളും 3 കോടി ധനസഹായത്തിൽ നിർമ്മിച്ച 21 സ്കൂളുകളും ഇതിൽ ഉൾപ്പെടും. നബാർഡ്, സമഗ്ര ശിക്ഷ അഭിയാൻ, മറ്റ് പ്ലാൻ ഫണ്ടുകൾ എന്നിവ പ്രയോജനപ്പെടുത്തി 68 സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. രാവിലെ 10-ന് വീഡിയോ കോൺഫറൻസ് വഴിയുള്ള ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പ്രമുഖർ പങ്കെടുക്കും. കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ഇന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം സ്വീകരിക്കും. നവകേരളം, യുവകേരളം പരിപാടിയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുമായി സംവദിക്കാൻ അവസരം. രാവിലെ 11 മുതൽ മുഖ്യമന്ത്രി വിദ്യാർത്ഥികളെ കാണും. തെരഞ്ഞെടുക്കപ്പെട്ട 200 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം നേരത്തെ കുസാറ്റിൽ നടന്നിരുന്നു. സർക്കാരിനെയും വ്യവസായ വകുപ്പിനെയും പ്രശംസിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നത് ഒരു കാലത്ത് പേടി സ്വപ്നമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കേരളം നിക്ഷേപകരുടെ ഹബ്ബായി മാറിയിരിക്കുകയാണെന്ന് ഗവർണർ പറഞ്ഞു. അനുഭവം സാക്ഷി, വ്യവസായം ഈസി എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും ഗവർണർ പ്രശംസിച്ചു. ചെറുകിട സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥാപനം തുടങ്ങുമെന്ന് മന്ത്രി EP ജയരാജൻ വ്യക്തമാക്കി. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ വ്യവസായ മന്ത്രി EP ജയരാജനെ അനുമോദിക്കാൻ ചേർന്ന ചടങ്ങിലായിരുന്നു ഗവർണറുടെ പ്രശംസ. ഒരു കാലത്ത് കേരളത്തിൽ വ്യവസായം തുടങ്ങുകയെന്നത് പേടി സ്വപ്നമായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം പാടെ മാറി. നിക്ഷേപകരുടെ ഹബ്ബായി കേരളം മാറി. I am so happy that it is changing, and by and large it has changed towards Anubhavam Sakshi, Vyavasayam Easy. ചെറുകിട വ്യവസായങ്ങൾ തകരാതിരിക്കാനും സാമ്പത്തിക സഹായം ലഭ്യമാക്കാനുമായി ധനകാര്യ സ്ഥാപനം തുടങ്ങുമെന്ന് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. പൊതുമേഖല, സ്വകാര്യ മേഖല എന്നീ വ്യത്യാസമില്ലാതെ എല്ലാത്തരം വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് സർക്കാർ നിലപാട്. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ വ്യാപാര രംഗത്ത്, ഉൽപാദന രംഗത്ത് ഒരു മാത്സര്യ സൃഷ്ടിച്ചെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൂചികയാണത് ഈസ് ഓഫ് ഡൂയിങ്. ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇന്ത്യയിൽ നടപ്പിലാക്കി. ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ കേരളത്തിൽ വ്യവസായ സംരംഭത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാം മാറ്റാൻ തീരുമാനിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളായ SN രഘുചന്ദ്രൻ നായർ, അബ്രഹാം തോമസ്, VK മാത്യൂസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കാലടി സർവകലാശാലയിലെ നിയമനത്തെക്കുറിച്ച് സെലക്ഷൻ ബോർഡിലെ ചിലർ പ്രചരിപ്പിച്ച കത്തിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് MP രാജേഷിന്റെ ഭാര്യ നിനിത രജിസ്ട്രാർക്ക് കത്ത് നൽകി. നിനിതയ്ക്കെതിരെ സെലക്ഷൻ കമ്മിറ്റിയിലെ ചില അംഗങ്ങളുടെ കത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിനിത കത്ത് നൽകിയത്. കാലടി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടന്ന ഇന്റർവ്യൂവിൽ MP രാജേഷിന്റെ ഭാര്യ നിനിതയ്ക്ക് 1ാം റാങ്ക് ലഭിച്ചതിനെക്കുറിച്ച്
ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങൾ തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ഉമർ തറമേൽ, KN ഭരതൻ, P പവിത്രൻ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കത്താണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. എന്നാൽ കത്തിലെ ഉള്ളടക്കം വേദനിപ്പിക്കുന്നതാണെന്നും ആശങ്കയുണ്ടാക്കുന്നതായും നിനിത രജിസ്ട്രാർക്ക് അയച്ച കത്തിൽ പറയുന്നു. കത്ത് സംബന്ധിച്ച് സർവകലാശാല അന്വേഷണം നടത്തണമെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നുമാണ് ആവശ്യം. ഫെബ്രുവരി 1-നാണ് കത്തയച്ചിട്ടുള്ളത്. ആരോപണം ഉന്നയിച്ച സെലക്ഷൻ കമ്മിറ്റിയിലെ ചിലർ നിനിത ജോലിയിൽ പ്രവേശിക്കുന്നത് തടയാൻ ശ്രമം നടത്തിയതായും ആരോപണമുണ്ട്. ഇത് നടക്കാതെ വന്നതോടെയാണ് ഇവർ നിനിതയ്ക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയതെന്ന വാദവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കോവിഡ് പോർട്ടലിലെ പ്രശ്നങ്ങളെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വാക്സിൻ വിതരണം പ്രതിസന്ധിയിൽ. പലതവണ രജിസ്റ്റർ ചെയ്തിട്ടും 1000-ഓളം ആരോഗ്യ പ്രവർത്തകർ വാക്സിനേഷനായുള്ള പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് പരാതി. പോർട്ടലിലെ സാങ്കേതിക തകരാറുകളാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. കോവിഡ് വാക്സിനേഷനായി മറ്റുള്ളവരെ പോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകരും ദിവസങ്ങൾക്ക് മുൻപേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ 1000-ഓളം പേർ ഇപ്പോഴും വാക്സിനേഷനായുള്ള പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. രജിസ്ട്രേഷനായി ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് ആരോഗ്യ പ്രവർത്തകരുടെ വിവരങ്ങൾ ഇതിനകം പലതവണ കൈമാറി കഴിഞ്ഞു. ഞങ്ങളുടെ പേരുകൾ വരുന്നതനുസരിച്ച് വീണ്ടും എൻ്റർ ചെയ്യുന്നു. വീണ്ടും ഇവിടുന്ന് ലിസ്റ്റ് DM ഓഫീസിലേക്കാണ് പോകുന്നത്. എൻ്റർ ചെയ്തിട്ട് പോലും പേര് വരുന്നില്ല. അതിൻ്റെ കാരണം അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ടെക്നിക്കൽ എററാണ്, അത് പരിഹരിക്കണം. കാരണം ടെക്നിക്കൽ എറർ എന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയൊരു വീഴ്ചയാണ്. മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളടക്കം 8000-ലേറെ പേർക്ക് വാക്സിൻ നൽകേണ്ടതുണ്ട്. ഇന്നലെ വരെ 2749 പേരാണ് വാക്സിൻ എടുത്തത്. ഫെബ്രുവരി 2-ാം വാരത്തിനകം 1-ാം ഡോസ് വാക്സിൻ വിതരണം പൂർത്തിയാക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ ലക്ഷ്യം. എന്നാൽ പോർട്ടലിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം മെഡിക്കൽ കോളേജിലെ വാക്സിൻ വിതരണം പ്രതിസന്ധിയിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ പൊട്ടിത്തെറിയെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. 4-ാം നമ്പർ ജനറേറ്ററിന്റെ ഭാഗമായ ഐസൊലേറ്ററിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. ജനറേറ്ററുകൾ മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം. ഒരെണ്ണത്തിൽ പൊട്ടിത്തെറി ഉണ്ടായതോടെ ശേഷിച്ച 5 മെഷീനുകൾ അടിയന്തരമായി നിർത്തിവെച്ചു. തകരാർ പരിഹരിച്ച് ഉൽപ്പാദനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടന്നുവരികയാണെന്ന് KSEB അറിയിച്ചു. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ന്. മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് രാവിലെ 10-നാണ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുക. 10 കോടി ചെലവിട്ട് നിർമ്മിച്ച മന്ദിരം ഒട്ടേറെ സവിശേഷതകൾ ഉള്ളതാണ്. കാൽ നൂറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അമ്മയ്ക്ക് ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നത്. എറണാകുളം ദേശാഭിമാനി റോഡിൽ 5 നിലകളിലായാണ് മന്ദിരം. അത്യാധുനിക സൗകര്യങ്ങളുള്ള കഫറ്റേറിയ മുതൽ കോൺഫറൻസ് ഹാൾ വരെ ഇവിടെയുണ്ട്. താഴത്തെ നിലയിൽ സ്വീകരണ സ്ഥലവും സന്ദർശകർക്കായി പ്രത്യേക ഇരിപ്പിടവും. മലയാളത്തിലെ മൺമറഞ്ഞ താരങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ കൊളാഷാണ് ഇവിടുത്തെ ആകർഷണം. ഓഫീസ് ജീവനക്കാർക്കായുള്ള മുറിയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 1-ാം നിലയിലാണ് അമ്മ പ്രസിഡന്റ് മോഹൻലാലിന്റെയും സെക്രട്ടറി ഇടവേള ബാബുവിന്റെയും മുറികൾ. ചെറിയൊരു ലൈബ്രറിയും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കുള്ള മുറിയും ഈ നിലയിലുണ്ട്. അമ്മയുടെ സംഘടനാ യോഗങ്ങൾ നടക്കുന്ന കോൺഫറൻസ് ഹാളാണ് 2-ാം നിലയിൽ. 300-ഓളം ഇരിപ്പിടങ്ങൾ ഇവിടെ ക്രമീകരിക്കാം. 3-ാം നിലയിൽ മാധ്യമ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാനുള്ള ഹാളാണ്. 100-ലധികം പേർക്ക് ഇരിക്കാൻ കഴിയും. സിനിമാ പ്രദർശനത്തിനും ഇവിടെ സംവിധാനമുണ്ട്. സാംസ്കാരിക പരിപാടികൾക്കായി ഈ ഹാൾ വിട്ടു നൽകാനും ആലോചനയുണ്ട്. 4-ാം നിലയിൽ അംഗങ്ങൾക്ക് എഴുത്തുകാരുമായോ സംവിധായകരുമായോ കൂടിക്കാഴ്ച നടത്താനുള്ള ക്യാബിനുകളാണ്. സൗണ്ട് പ്രൂഫ് ഗ്ലാസ് കൊണ്ട് വേർതിരിച്ചതാണ് ഈ മുറികൾ. 5-ാം നിലയിൽ വിശാലമായ കഫറ്റേറിയയാണ്. ഇനിയും താരങ്ങളുടെ ഒത്തുചേരലുകൾ ഈ മന്ദിരത്തിലാകും. ന്യൂസ് 18 കൊച്ചി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. താനൂരിൽ വാട്സാപ്പ് ഹർത്താലിന്റെ ദിവസം തകർക്കപ്പെട്ട കടകളുടെ പുനർനിർമ്മാണത്തിന് മന്ത്രി KT ജലീൽ നടത്തിയ പിരിവിലെ കണക്ക് പുറത്തുവിട്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. പിരിവുമായി ബന്ധപ്പെട്ട് 1.25 ലക്ഷം രൂപ ലഭിച്ചുവെന്നാണ് KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ 2018 ഏപ്രിൽ 18-ന് മന്ത്രി പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് 5 ലക്ഷം രൂപ 5 മിനിറ്റിനുള്ളിൽ കിട്ടിയെന്നാണ്. ബാക്കി പണമൊക്കെ എവിടെ പോയെന്ന് ചോദിക്കുന്നതാണ് PK ഫിറോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ആണ് ഫിറോസിന്റെ കുറിപ്പ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിക്കാനില്ലെന്ന് ചിറ്റൂർ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ കെ അച്യുതൻ. തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണം. മകൻ സുമേഷ് അച്യുതൻ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനാണെന്നും കെ അച്യുതൻ പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ പലരും മത്സര സന്നദ്ധത അറിയിക്കുമ്പോഴാണ് കെ അച്യുതൻ ഇനി മത്സരിക്കാനില്ലെന്ന നിലപാട് വ്യക്തമാക്കിയത്. 20 വർഷത്തോളം MLA ആയ തനിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിലേറ്റ പരാജയം ജീവിതത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയാണെന്നും അന്ന് തന്നെ ഇനി മത്സരിക്കാനില്ലെന്ന് ഉറപ്പിച്ചതാണെന്നും കെ അച്യുതൻ പറഞ്ഞു. 20 കൊല്ലം MLA ആയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോ അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇനിയൊരു തെരഞ്ഞെടുപ്പേ ഇല്ലെന്ന്. തുടർച്ചയായി മത്സരിക്കുന്നവർ മാറി നിന്ന് യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും കൂടുതൽ അവസരം നൽകണമെന്ന് കെ അച്യുതൻ പറയുന്നു. ചിറ്റൂരിൽ മകൻ സുമേഷ് അച്യുതൻ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും സ്വന്തം കഴിവുകൊണ്ട് വളർന്നു വരട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മകൻ സുമേഷ് അച്യുതൻ സ്ഥാനാർത്ഥിയാകാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. അവന് വരാൻ കഴിയുകയാണെങ്കിൽ സുമേഷ് വരട്ടെ. ഞാനായിട്ട് ഒരു സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പിന്തുണയ്ക്കാനോ ഒന്നുമില്ല. ഇലക്ഷനിൽ മത്സരിക്കുകയാണെങ്കിൽ ആര് മത്സരിച്ചാലും ചെയ്യാവുന്ന പോലെ എന്നാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തവണ ചിറ്റൂർ മണ്ഡലം കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടികൾ മറികടക്കാൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനൊരുങ്ങി പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതൃത്വം. ഒറ്റക്കെട്ടായി പ്രവർത്തനങ്ങൾ നടത്താനും സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും പാർട്ടി നേതൃയോഗത്തിൽ തീരുമാനമായി. മധ്യകേരളത്തിന്റെ ചുമതലയുള്ള AICC നിരീക്ഷകൻ ഐവാൻ ഡിസൂസ ഇന്നലെ ജില്ലയിൽ എത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അതേസമയം PJ കുര്യൻ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയും താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനങ്ങളുടെ പോരായ്മകളും മറികടന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതൃത്വം. ഇതിനായി ബൂത്ത് തലം മുതൽ KPCC തലം വരെ ഒറ്റക്കെട്ടായി നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കും. 20 മുതൽ 25 വരെയുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തി ബൂത്ത് കമ്മിറ്റികൾ സജ്ജമാക്കുകയാണ് ആദ്യപടി. തുടർന്ന് KPCC, DCC മണ്ഡലം കമ്മിറ്റികൾ ഏകോപിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. മധ്യകേരളത്തിന്റെ ചുമതലയുള്ള AICC നിരീക്ഷകൻ ഐവാൻ ഡിസൂസയാണ് ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജില്ലയിൽ കോൺഗ്രസ് മികച്ച വിജയം നേടുമെന്ന് ഐവാൻ ഡിസൂസ പറഞ്ഞു. Winnability is the criteria. We will go to the people with new faces and old faces together with our joint leadership with one mind. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനമായില്ലെങ്കിലും സ്ത്രീകൾക്കും യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകും. വിജയസാധ്യത മാത്രമാകും സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രധാന മാനദണ്ഡം. അതേസമയം ജില്ലയിലെ ബൂത്ത് തലം മുതൽ KPCC തലം വരെയുള്ള നേതാക്കൾ ചർച്ചയ്ക്കെത്തിയപ്പോഴും മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രൊഫസർ PJ കുര്യൻ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട് നോർത്തിൽ UDF സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായ വിദ്യാ ബാലകൃഷ്ണൻ സജീവ പരിഗണനയിൽ. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് സ്ഥാനാർത്ഥി നിർണയ സമിതി അംഗം കൂടിയായ വിദ്യാ ബാലകൃഷ്ണൻ പറഞ്ഞു. 2 തവണ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു വിദ്യാ ബാലകൃഷ്ണൻ. ഇത്തവണ കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കാതെ വിദ്യയോട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറാകാൻ നേതൃത്വം നിർദ്ദേശം നൽകുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ വിദ്യയായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത്. P. ജയരാജനെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന RMP നേതൃത്വത്തിന്റെ ആവശ്യം പരിഗണിച്ച് അവസാന ലാപ്പിൽ K. മുരളീധരൻ എത്തുകയായിരുന്നു. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന നിലപാടിലാണ് വിദ്യാ ബാലകൃഷ്ണൻ. ഇത്തവണ യുവാക്കളെയും വനിതകളെയും എല്ലാം പരമാവധി പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും കോൺഗ്രസിൻ്റേത്, UDFൻ്റേത് എന്നാണ് പാർട്ടി തലത്തിൽ നിന്നുണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായ വിദ്യാ ബാലകൃഷ്ണൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ സമിതി അംഗമാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റായ കോഴിക്കോട് നോർത്തിലാണ് കൂടുതൽ സാധ്യതയെങ്കിലും ബേപ്പൂർ മണ്ഡലത്തിലേക്കും വിദ്യയെ പരിഗണിക്കുന്നുണ്ട്. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം S. വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. പട്ടയഭൂമിയിലെ മരം മുറിക്കൽ വീണ്ടും പ്രതിസന്ധിയിൽ. ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാമെന്ന ഉത്തരവ് റദ്ദ് ചെയ്ത് സർക്കാർ പുതിയ ഉത്തരവ് പുറത്തിറക്കി. പട്ടയഭൂമിയിലെ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കുന്നതിന് മുൻകൂട്ടി അനുമതി വാങ്ങേണ്ടതില്ലെന്നും മരങ്ങളുടെ ഉടമസ്ഥാവകാശം കർഷകനാണെന്നും വ്യക്തമാക്കുന്ന ഉത്തരവാണ് റദ്ദ് ചെയ്തത്. കാലങ്ങളായി ഇടുക്കി ഹൈറേഞ്ചിലടക്കം നിലനിന്നിരുന്ന മരമുറിക്കൽ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ 24-ന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ്. പട്ടയഭൂമിയിൽ നട്ടുവളർത്തിയതും കിളിർത്തുവന്നതുമായ ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കുന്നതിന് അനുവാദം നൽകുകയും മരത്തിന്റെ ഉടമസ്ഥാവകാശം കർഷകനാണെന്ന് വ്യക്തമാക്കുന്നതുമായിരുന്നു ഉത്തരവ്. ഇത്തരം മരങ്ങൾ മുറിക്കുന്നതിന് ആരുടെയും അനുമതി മുൻകൂട്ടി വാങ്ങേണ്ടതില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു.
എന്നാൽ ഇത് പൂർണ്ണമായി റദ്ദു ചെയ്യുന്നതാണ് പുതിയ ഉത്തരവ്. മരം മുറിക്കാൻ അനുമതി നൽകിയ ഉത്തരവിനെ ചോദ്യം ചെയ്ത നിരവധി കേസുകൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമത്തിലെ വൃക്ഷം എന്നതിന്റെയും 2005 കേരള വൃക്ഷ സംരക്ഷണ നിയമത്തിലെ മരം എന്നതിന്റെ നിർവചനങ്ങളും നിയമങ്ങളും 64 ഭൂപതിവ് ചട്ടങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. അതുകൊണ്ട് തന്നെ അനുമതി നൽകി പുറത്തിറക്കിയ ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഇതുമൂലം റിസർവ് ചെയ്തിരിക്കുന്ന മരങ്ങളും മുറിക്കുന്നതായുള്ള പരാതി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് പഴയ ഉത്തരവ് റദ്ദു ചെയ്തിരിക്കുന്നതെന്നാണ് പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഇതോടെ മലയോര മേഖലയിലടക്കം വീട് വെക്കുന്നതിനു പോലും ഇനി മരങ്ങൾ മുറിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന അനുമതികളും ആവശ്യമായി വരും. സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18, ഇടുക്കി. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബെമൽ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ജനകീയ കോടതി സംഘടിപ്പിച്ച പ്രതിഷേധം. ബെമൽ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. BML-ന്റെ ഓഹരി വിൽപ്പനയിൽ പ്രതിഷേധിച്ച് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കഞ്ചിക്കോട് യൂണിറ്റിന് മുന്നിൽ ജനകീയ കോടതി സംഘടിപ്പിച്ചത്. പ്രതിഷേധം CITU ജില്ലാ പ്രസിഡന്റ് PK ശശി MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റ് സൗജന്യമായി പൊതുമേഖലാ സ്ഥാപനം നടത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനെ ഏൽപ്പിച്ച ഭൂമിയാണ്. ആരോടും ചോദിക്കാതെ ഏകപക്ഷീയമായി വിറ്റഴിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. ഏത് നാട്ടിലാണ് ഈ ഏർപ്പാടുള്ളത്? രാജ്യസുരക്ഷ, സാമ്പത്തിക പുരോഗതി, തൊഴിൽ സുരക്ഷ എന്നിവ കണക്കിലെടുത്ത് BML പൊതുമേഖലയിൽ തന്നെ നിലനിർത്തണമെന്ന് ജനകീയ കോടതിയിൽ അഭിപ്രായമുയർന്നു. സ്വകാര്യവൽക്കരണത്തിനെതിരെ സമരം ശക്തമാക്കാനും സമരസമിതി തീരുമാനിച്ചു. ന്യൂസ് 18 പാലക്കാട്. കായിക വാർത്തകൾ. ഇന്ത്യക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് മികച്ച നിലയിൽ. ജോ റൂട്ട് സെഞ്ചുറി നേടി. ഡൊമിനിക് സിബിലി അർദ്ധ സെഞ്ചുറിയും സ്വന്തമാക്കി. ബൂമ്ര 2 വിക്കറ്റും അശ്വിൻ 1 വിക്കറ്റും എടുത്തു. ഇന്നലെ കളി അവസാനിപ്പിക്കുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 263 റൺസ് എന്ന നിലയിലാണ്. 128 റൺസുമായി ജോ റൂട്ട് ക്രീസിൽ തുടരുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കും.